ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഴികളിൽ ഉണ്ടാകുന്ന കോഴിപ്പേനി എത്രയും പെട്ടെന്ന് എങ്ങനെ കളയാം എന്നൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ മുന്നേ നമ്മൾ ഇതുപോലൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് എല്ലാവരും കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ ദേഹത്ത് കയറുന്നതിനും ചൊറിച്ചിലുണ്ടാവുന്നതിനൊക്കെ എന്താണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരം കൂടി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോഴികളിൽ കോഴിപ്പേൻ ഉണ്ടാകുന്ന സമയത്ത് കോഴികളിലെ മുട്ട ഉൽപ്പാദനം വളരെയധികം കുറയുകയും പിന്നെ അവർ തന്നെ ചൊറിഞ്ഞിട്ടുള്ള വ്രണങ്ങൾ ഉണ്ടാവുകയും കൊത്തുകൂടാനുള്ള സാധ്യത ഒക്കെ കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് കോഴിപ്പേൻ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കാനും കൂട് ക്ലീൻ ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ മേലേക്ക് ഒന്നാകെ കയറുകയും നല്ല ചൊറിച്ചിലും കാര്യങ്ങളും വീട്ടിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുകളെ എത്രയും പെട്ടെന്ന് എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എത്രയും പെട്ടെന്ന് മാറി കിട്ടാനും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എളുപ്പവഴി കൂടിയാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കോഴികളിലെ കോഴിപ്പേനി എങ്ങനെ കളയാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പോൾ ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും പഴയ പാത്രങ്ങൾ എടുത്താലും മതി. ഞാൻ വീഡിയോയിൽ കാണുമ്പോൾ നല്ലൊരു രസം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പാത്രം എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഉപയോഗിക്കാത്ത പഴയ പാത്രങ്ങളൊക്കെ ഇതിനായിട്ട് ഉപയോഗിക്കുക. എന്നിട്ട് നമ്മൾ ഈ കാണിക്കുന്നത് പുകലപ്പൊടിയാണ്. ആ പുകലപ്പൊടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. ഇത് നമ്മൾ പുറത്ത് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടുന്ന പുകലപ്പൊടിയാണ്. ബീഡി തുറക്കുന്ന കടകളിലൊക്കെ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ പുകലയുടെ വേസ്റ്റ് ഉണ്ട് അവർ കളയുന്നത്, അത് വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ പൊടിച്ചെടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് നന്നായി തന്നെ ഇട്ടിട്ട് വറുത്ത് കൊടുക്കാം. ഓവറായിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. നമ്മൾ പുകല വറക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് കുറച്ച് പുകയൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിത് സ്റ്റവ് ഓഫാക്കി കൊടുക്കാം. നന്നായി പുകല വറക്കുന്നതിൻ്റെ സ്മെല്ലൊക്കെ വരും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിത് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൂടൊക്കെ ഒന്ന് കച്ചറായി എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കിയിട്ടതിന് ശേഷം നമ്മൾ ഈ ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ ഈ വറുത്ത പുകലപ്പൊടി നമുക്ക് കൂടിൻ്റെ മുകളിലും കൂടിൻ്റെ അരികത്തായിട്ടും കൂട്ടിൻ്റെ ഉള്ളിലും കോഴികളുടെ മുകളിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക. പൊരുത്തിന് വെച്ച കോഴികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊരുത്തിന് വെച്ച കോഴികളുടെ മുകളിലും മുട്ടയിലൊക്കെ ഇട്ട് കൊടുക്കുക. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല, ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ എല്ലായിടത്തും ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു 2-3 ദിവസം തുടരണം കേട്ടോ. ഇപ്പോൾ ഒരു ഐറ്റമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. 2-3 ഐറ്റം നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ കോഴിപ്പേന കളയാനായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതും കൂടി നമുക്കിവിടെ പറഞ്ഞു തരാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ള കാര്യം, നമുക്ക് കൂറച്ചോക്ക കടയിൽ നിന്നും വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് കൂടിൻ്റെ മുകളിലും ചുമരുമലൊക്കെ വരുത്തി കഴിഞ്ഞാൽ കുറേയൊക്കെ കോഴിപ്പേന അങ്ങനെ ചത്തുപോകും കേട്ടോ. നമ്മൾ കൂടുതലായിട്ട് ഞാനിവിടെ എപ്പോഴും ചെയ്യാറുള്ളത് ഇങ്ങനെ പുകലപ്പൊടി വറുത്തിടാറാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒരു പന്തം കത്തിച്ചിട്ട് കൂട്ടിലൊക്കെ ഒന്ന് ചൂട് പിടിച്ചിട്ടുണ്ടെങ്കിലും കുറേ കോഴികളെ വിട്ടതിന് ശേഷം പന്തം കത്തിച്ചിട്ട് ആ തീയിൻ്റെ ചൂട് നമ്മൾ കൂടിൽ മൊത്തം കൂട്ടിൻ്റെ അടിഭാഗത്തൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കുറേ കോഴിപ്പേന് അങ്ങനെ ചത്തുപോകും കേട്ടോ. പിന്നെ കോഴിപ്പേൻ മാറാനായിട്ട് ഒരുപാട് മരുന്നുകൾ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. വെറ്റിനറി ഷോപ്പുകളിൽ ചോദിച്ചാൽ കിട്ടും. നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരുപാട് പേര് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരീരത്തിൽ കയറുന്നതിനും ചൊറിച്ചിലുണ്ടാവുന്നതിനും എന്താണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ കൂട് വൃത്തിയാക്കലും ഇങ്ങനെ കോഴിപ്പേന് പോവാനുള്ള പരിപാടിയൊക്കെ ചെയ്തതിന് ശേഷം നന്നായി കുളിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ തലയിൽ ഷാമ്പൊക്കെ തേച്ച് സോപ്പൊക്കെ തേച്ച് നന്നായി കുളിക്കുക. കുളിച്ചിട്ട് നന്നായി ചൊറിച്ചിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് കഴിക്കണ വേപ്പിൻ്റെ ഇല എന്ന് പറയും നമ്മളവിടെ, ആര്യവേപ്പ്. അത് ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മേൽക്കൂടെ ഒഴിക്കുക കേട്ടോ. ചൊറിച്ചിലുണ്ടെങ്കിൽ ചൊറിച്ചിൽ ഒഴിവാക്കാനായി. ഈ പിക്ചറിൽ കാണുന്ന പോലെ ഇത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും സ്കിന്നിൻ്റെ ഡോക്ടറെ പോയി കാണേണ്ടതാണ് കേട്ടോ. അവർ പറയുന്ന പോലെ മരുന്നുകളൊക്കെ ഉപയോഗിക്കേണ്ടതാണ്. വീട്ടിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നമ്മൾ വീടൊക്കെ നന്നായി ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മളുടെ കൂറച്ചോക്ക വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് മൊത്തത്തിൽ പൊടിച്ച് പേപ്പറിലാക്കിയിട്ട് ഇങ്ങനെ ചുമരിൻ്റെ മുകളിലൊക്കെ ചെറുതായി വിതറി കൊടുക്കുക. അതെല്ലാം എന്നുണ്ടെങ്കിൽ വരച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നാലും കുറേയൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഓക്കെ, ബൈ.